4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തിരുവനന്തപുരം നഗരത്തിന്റെ ഗതാഗത കുരുക്ക് പതിയെ അഴിയുന്നു. സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ് ഗതാഗത യോഗ്യമായി യാത്രക്കാർക്കായി തുറന്നു നൽകി. സ്മാർട്ട് നിലവാരത്തിലാക്കാനായി രാവും പകലുമില്ലാതെ പ്രവൃത്തി നടത്തിയെങ്കിലും പകുതി പൂർത്തിയാക്കിയാണ് റോഡുകൾ തുറന്നു നൽകുന്നത്. റോഡ് പകുതി തുറന്നെങ്കിലും വലിയ സന്തോഷത്തിലാണ് യാത്രക്കാരും വ്യാപാരികളും. തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് ആകെ 13 റോഡുകൾ. അതിൽ പൂർണ്ണമായും പൂർത്തിയാക്കിയത് 2 റോഡുകൾ. ഇപ്പോൾ ഗതാഗത യോഗ്യമാകുന്നത് 3 റോഡുകൾ. അതിൽ പ്രധാനപ്പെട്ട റോഡുകൾ സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ്, സ്പെൻസർ ജംഗ്ഷൻ AKG റോഡ്, BJT ഹാൾ, ഫ്ലൈ ഓവർ റോഡ് എന്നീ റോഡുകളാണ് ഭാഗികമായെങ്കിലും തുറന്നു നൽകുന്നത്. ഇനി പൂർത്തിയാകാനുള്ളത് 7 റോഡുകൾ. മാർച്ച് 31-നകം പണികൾ പൂർത്തിയാക്കി എല്ലാ റോഡും തുറന്നു നൽകുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ വാഗ്ദാനം. ഈ പൂർത്തീകരിച്ച റോഡുകൾ ഗതാഗത യോഗ്യമായെങ്കിലും സ്മാർട്ടാകാൻ ഇനിയും കാത്തിരിക്കണം. അനുബന്ധ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. നടപ്പാത, കൈവരി, കേബിൾ സ്ഥാപിക്കൽ, തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, അങ്ങനെ പലതും. എന്നാൽ പകുതിയെങ്കിലും തുറന്നു ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വ്യാപാരികൾ. ഞാൻ 5-6 വർഷം കൊണ്ട് കട നടത്തുന്നതാണ്. രാത്രി തട്ടുകടയാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം റോഡ് തുറന്നു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. കച്ചവടം നന്നായിട്ട് ബാധിച്ചു. കാരണം പാർക്കിംഗ് ഇല്ലാതെ ആൾ വരില്ല കഴിക്കാൻ. പൊടിയും ആകെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. റോഡ് തുറന്നു വന്നതിൽ വളരെ സന്തോഷം. ഈ പണി കഴിഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഈ ബാക്കി പണിയുടെ പൂർത്തീകരിച്ച് നല്ലൊരു പ്രോഗ്രാം, അതായത് നമ്മുടെ ഈ ഉദ്ഘാടനം ആയിട്ട് പോലെ നല്ലൊരു പ്രോഗ്രാം സെക്രട്ടേറിയറ്റിനോട് വെച്ച് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇതിനൊക്കെ വ്യാപാരികൾ വളരെ ഭംഗിയായിട്ട് നടത്തണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 1 മാസമെങ്കിൽ 1 മാസം, 15 ദിവസമെങ്കിൽ 15 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് തരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കച്ചവടം ഇതുവരെ വളരെ ആമപോവും വിലയായിരുന്നു. ഇപ്പോഴ് സ്വപ്പം ഒരു ഉണർച്ച കൊണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റോഡ് എന്തായാലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. 3/4 ഭാഗം ആയിട്ടുണ്ട്. ഇനി റോഡിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു സ്മാർട്ട് സിറ്റിയാണ്. ഇഷ്ടംപോലെ പൊടി, ആഹാരത്തിന് പകരം ഇഷ്ടംപോലെ പൊടി. ഉച്ചയ്ക്ക് ആഹാരം വേണം കഴിച്ചു. കാരത്തുപ്പുന്നതെല്ലാം പൊടിയാണ്. അതിൻ്റെ ഒരു മോചനം ഇന്നത്തോടു കൂടി ഒരു 3 ദിവസം പുറമേച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഇനി കച്ചവടം നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ആരംഭിച്ച നഗരത്തിലെ പ്രധാന റോഡുകളൊക്കെ തന്നെ പാതി വഴിയിലാണെങ്കിലും പാതി ആശ്വാസം നൽകി സ്റ്റാച്യുവിലെ ഈ റോഡ് തുറന്നു നൽകിയിരിക്കുകയാണ്. ഇനിയും ഉണ്ട് നിരവധിയായ പണികൾ. എന്നാലും പൊടിയിൽ നിന്നും ഒരു ആശ്വാസം ലഭിച്ച ആശ്വാസത്തിലാണ് വ്യാപാരികളും യാത്രക്കാരും ഒക്കെ തന്നെ. സ്റ്റാച്യു റോഡിൽ നിന്നും ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.